Welcome to Garam Masala, the magic spices of cooking. നാടൻ ചിക്കൻ ഫ്രൈ. ഇന്ന് നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനെ നമുക്ക് ബോണോടുകൂടെ തന്നെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ കൈ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം വേണം നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനിലോട്ട് കാശ്മീരി ചില്ലി പൗഡറിന് പകരമായി റെഗുലർ ചില്ലി പൗഡറും ഉപയോഗിക്കാം. ഇതിനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കനിലോട്ട് ആവശ്യമെങ്കിൽ എഡിബിൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ 10 മുതൽ 12 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനുകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. കുറഞ്ഞത് 3-4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ചിക്കനെ ഫ്രൈ ചെയ്യാൻ. ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് 1 സവാള സ്ലൈസ് ചെയ്തത്, 4 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, 1/2 കപ്പ് കറിവേപ്പില ഇവ എടുക്കണം. ചിക്കൻ ഫ്രൈയെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്. ആദ്യം നമുക്ക് സവാളയെ എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കണം. ഇതിനെ നമുക്ക് 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയെയും പച്ചമുളകിനെയും കറിവേപ്പിലയെയും എല്ലാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കന്റെ മുകളിലോട്ട് ചേർക്കാം. ഇനി ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കേരള നാടൻ ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.